ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് എങ്ങനെ ഒരു പ്രവാസിയുടെ മീൻകറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് ആവശ്യമായ ചേരുവകൾ: സവാള, തക്കാളി, മുരിങ്ങയ്ക്ക, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് പുളി പിഴിഞ്ഞത്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഉലുവ, കറിവേപ്പില. ഇനി ഒരു പാത്രം അടുപ്പിൽ വയ്ക്കുക. പാത്രം ചൂടായതിന് ശേഷം അതിൽ കുറച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി അതിൽ കുറച്ച് ഉലുവയാണ് ഇട്ടിരിക്കുന്നത്. ഉലുവയിട്ട് അതിൽ കുറച്ച് കടുകും സവാളയും കൂടെ ഇട്ട് നന്നായി വഴറ്റി കൊടുക്കുക. സവാള നന്നായി വഴറ്റണം കേട്ടോ, കുറച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കണം. നന്നായി കിണ്ടി കൊടുത്ത് നല്ല ചൂടായാലും ഇപ്പം ഞാൻ ഇഞ്ചി ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത തക്കാളി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി വഴറ്റണം. നല്ല ചൂടായതിന് ശേഷം നമുക്ക് അടച്ച് വയ്ക്കുമ്പോൾ നല്ല അടുപ്പിലിരുന്ന് ചൂടാകും. ഇതിപ്പോൾ കുറച്ച് നേരത്തെ വെച്ച് മരിച്ചിനി ഇളക്കിയതാണ് കാണിക്കുന്നത് കേട്ടോ. ഇത് എൻ്റെ ഹസ്ബൻഡ് വയ്ക്കുന്നതാണ് കാണിക്കുന്നത്. നന്നായി അടുപ്പിൽ ചൂടായിരുന്നു. സവാളയും തക്കാളിയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കുകയാണ്. അതിലേക്ക് ഇപ്പോൾ ആഡ് ചെയ്തത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി കുറച്ച് ചൂടാകണം, അതുകൊണ്ടാണ് ആദ്യം അത് തന്നെ ഇടുന്നത്. അത് കഴിഞ്ഞ് മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇതിട്ടിപ്പോൾ നന്നായി ഇളക്കിയിട്ടുണ്ട്. ഇളക്കി നന്നായി മിക്സ് ചെയ്യണം. അതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് തന്നെ അവിടുത്തെ സ്ഥിരം കറി ഇത് തന്നെ. ഇതിലിപ്പോൾ മീൻ കറിയാം, ഇറച്ചിക്കറിയാം എന്നാണ് എൻ്റെ ഹസ്ബൻഡ് പറയുന്നത്. നന്നായി ഇളക്കി കൊടുത്ത് അരപ്പ് നല്ല ചൂടാകാൻ വേണ്ടി വെച്ചേക്കണം. ഇതിപ്പോൾ ഇനി ആവശ്യത്തിന് കുറച്ച് ഉപ്പ്. ഇനിയാണ് അതിലേക്ക് മുരിങ്ങയ്ക്കായും പച്ചമുളകും കറിവേപ്പില ആഡ് ചെയ്യാൻ പോകുന്നത്. കറി കുറച്ച് ചൂടായതിന് ശേഷം കുറച്ച് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് അതിലേക്ക് മുരിങ്ങയ്ക്കയും പച്ചമുളകും കറിവേപ്പില ആഡ് ചെയ്യണം. ഇനി കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് മീൻ ഇടാം. ചൂര മീനാണ്, നേരത്തെ കാണിച്ചായിരുന്നു. മീൻ കഷ്ണങ്ങളാക്കിയത് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഇളക്കി കൊടുക്കാം. നന്നായി തിളയ്ക്കുന്നുണ്ട്, കറി നന്നായി തിളയ്ക്കുന്നുണ്ട്. ഒരുപാടിട്ട് ഇളക്കി കഴിഞ്ഞാൽ മീൻ പൊടിയും. കറി നന്നായി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ നന്നായിട്ടൊരു പച്ച മീൻ ഇടയ്ക്ക് എപ്പോഴും കിട്ടില്ല. നല്ല മീൻ കിട്ടിയത് കൊണ്ടാണ് ഇന്നൊരു കറി വെച്ച് അയച്ചു തന്നത്. കറി തിളച്ച് നന്നായി റെഡിയായിട്ടുണ്ട്. കഴിക്കാൻ സമയമായി. ഉച്ച നേരമാണ്. ഇന്നത്തെ ആഹാരം ഇതാണ്. ഈ രീതിയിൽ മീനിട്ട മീൻകറി, ഇറച്ചിയിട്ട ഇറച്ചിക്കറി. ഇന്നത്തെ ആഹാരം മരിച്ചിനി, മീൻകറി, ചോറ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമസ്കാരം.